أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. ألا إن نصر الله قريب. قال نبينا محمد رسول الله صلى الله عليه وسلم: ألا أخبركم بأهل الجنة كل ضعيف متضعف لو أقسم على الله لا برا. ألا أخبركم بأهل النار كل عتو جوال مستكبر. صدق رسوله الأمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم. سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي لم دائما
أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا نبي الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹല്ലത്തിൻ്റെ സർവാദരണീയരായ ഖതീബും ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉസ്താദ് അവറുകളെ, വേദിയിലിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, ആലിമീങ്ങൾ, അതേപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന സത്യസന്ധരായ മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസിനികളെ, ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആഹ്വാരാത്രം പരിശ്രമിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാടക സമിതി പ്രവർത്തക അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശുദ്ധമായി ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല ഈ മാസത്തിൻ്റെയും നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള സദസ്സിൻ്റെയും ബറക്കത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല അവൻ്റെ റഹ്മത്തിൻ്റെ തിരുനോട്ടമായ മഴയെ നമ്മളിലേക്ക് നൽകുമാറാവട്ടെ. നമ്മളുടെ കൃഷിയിടങ്ങളും നമ്മളുടെ ചുറ്റുപാടുകളുമൊക്കെ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ പാണക്കാട് സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങളും മറ്റു ഒരുപാട് സാദാത്യങ്ങളും ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഒരു ദുആ നടന്ന സദസ്സാണിത്. അപ്പൊ കേവലം ഞാനിവിടെ നിന്നുകൊണ്ടൊരു 10 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാളും ഫലം ചെയ്യുക മഹാന്മാരായ സാദാത്യങ്ങളെ പോലെയുള്ള, ഷഹീർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയ തങ്ങളെ പോലെയുള്ള ആളുകളെ ഒരു 10 മിനിറ്റ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല അവരുടെ പൊരുത്തവും തൃപ്തിയും ഒക്കെ കിട്ടി ജീവിക്കുന്ന മുത്തഖീങ്ങൾ നമ്മളെ പെടുത്തുമാറാവട്ടെ. സമയം വളരെയേറെ വൈകിയിട്ടുണ്ട്. ഒരുപാട് നീട്ടിപ്പരത്തി പറഞ്ഞ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ക്ഷമ ഞാൻ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരുപാട് ദൂരത്ത് നിന്ന് വളരെ പവിത്രമാക്കപ്പെട്ട ഈ മജ്ലിസിൽ വന്നെത്തിയത് കൊണ്ട് സംഘാടക സമിതി അനുവദിക്കുന്ന സമയം വരെ, അതിനപ്പുറത്തേക്ക് ഒരു നിമിഷം വരെ പോവാതെ ഞാൻ എൻ്റെ ഭാഷണം നിർത്തും. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചൊരിഞ്ഞു തന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഞ്ചരിക്കാൻ വളരെ മനോഹരമായ ആർഭാടപൂർണമായ വാഹനങ്ങൾ നമുക്കുണ്ട്. കിടന്നുറങ്ങാൻ മതിമറന്നുകൊണ്ട് ആനന്ദത്തോടുകൂടെ കിടന്നുറങ്ങാൻ പറ്റുന്ന സുന്ദരമായ ഭവനങ്ങൾ നമുക്കുണ്ട്. ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് എവിടെയും ചെന്നെത്തിപ്പെടാനും എന്തും കാണാനും അനുഭവിക്കാനും കഴിയുന്ന ആരോഗ്യമുള്ള ശരീരവും അവയവങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. സർവകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മളുടെ മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് എന്തെല്ലാം മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു.
നമ്മൾ പഠനം നടത്തേണ്ടത് നമുക്ക് മുമ്പും മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ഉന്നതരായ അള്ളാഹുവിന്റെ അടിമകൾ ജീവിച്ചു പോയിട്ടുണ്ട്. അവരുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. എന്നാൽ അവർക്കൊന്നും കിട്ടാത്ത എത്രയോ വലിയ അനുഗ്രഹങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ഉപയോഗിക്കേണ്ട രൂപത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് തിരികെ ഉണ്ടാവേണ്ട ശുക്റുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിനേക്കാൾ അപ്പുറത്ത് ഈ പരിശുദ്ധമായ മതത്തോട് നമ്മൾ എത്രമാത്രം നീതി പുലർത്തുന്നു, ഇതിനോട് വിധേയത്വം കാണിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ലക്ഷ്യം, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം, ലോകത്തുള്ള കോടാന കോടി മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം ഈ ലോക ജീവിതത്തിന് ശേഷം അല്ലാഹു തആല തൃപ്തിപ്പെട്ടു നൽകുന്ന അവന്റെ അനുഗ്രഹത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാനദണ്ഡം എന്ത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു തആല താഴ്വാരങ്ങൾക്കടിയിലൂടെ ഒഴുകുന്ന സുന്ദരമായ നദികളുള്ള, ആഗ്രഹിക്കുന്ന ഫലവർഗങ്ങൾ ലഭിക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും റുമ്മാനുമുള്ള സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻകാലഘട്ടങ്ങളിൽ ഈ പ്രപഞ്ചത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ചു പോയ പരസഹസ്രം കോടാന കോടി മുഅ്മിനീങ്ങൾ അവരനുഭവിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കഥനകഥകളില്ലാതെ നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് കരുതുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനങ്ങളിലേക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങൾ വരാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, പ്രയാസങ്ങളുടെ പെരുമ്പറ അവരുടെ ജീവിതത്തിൽ മുഴങ്ങിക്കേട്ടത് ചരിത്രം സാക്ഷിയാണ്. ബുദ്ധിമുട്ടുകളുടെ ദൂലാമാലകൾ കഴുത്തിൽ ചാർത്തപ്പെട്ടുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അവർ ജീവിച്ചു പോയത് ചരിത്രത്തിൽ നിന്നും തെളിവായി നിൽക്കുകയാണ്. വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ, ഭൂമി പോലും കിടുകിടാ വിറക്കാൻ തുടങ്ങിയപ്പോ ആ കാലങ്ങളിൽ ആ ജനതയിലേക്ക് പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന പ്രവാചകർ പോലും വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, വല്ലദീന ആമനൂ മഅഹു, ആ പ്രവാചകന്മാരുടെ കൂടെ കടന്നു വന്ന് സത്യവിശ്വാസികളും വിളിക്കാൻ തുടങ്ങി. മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ നിന്റെ സഹായം എപ്പോഴാണ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്? പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടിന്റെ പെരുമ്പറ അവരുടെ ജീവിതത്തിൽ മുഴങ്ങി കേട്ടപ്പോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ കൂടെ വിശ്വസിച്ച സത്യവിശ്വാസികളും അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കാൻ തുടങ്ങി. മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ എപ്പോഴാണ് ഞങ്ങളെ നീ സഹായിക്കുന്നത് റബ്ബേ? ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ചരിത്രത്തിന്റെ ഒരു ചെറിയ തീരത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോവാനാണ് ഇന്നത്തെ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഗോള തലങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് എന്റെയും നിങ്ങളുടെയും ബാപ്പ വല്യാപ്പമാർ അനുഭവിച്ച, എനിക്കും നിങ്ങൾക്കും ദീനെന്തെന്ന് പഠിപ്പിച്ചു തന്ന ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സച്ചരിതരായ സഹാബത്തും അനുഭവിച്ച ജീവിതത്തിലെ
ത്യാഗങ്ങളുടെ സഹനങ്ങളുടെ കഥന കഥകളാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അലാ സത്യവിശ്വാസികളെ നിങ്ങൾ അറിയണേ, ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുമ്പോ ആ പരീക്ഷണങ്ങളിൽ പകച്ചു പോവാതെ, ആ പരീക്ഷണങ്ങളിൽ ഈമാൻ അടിയറവ് വെക്കാതെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ആരോ ആ ജനതയിലേക്ക് അല്ലാഹുവിന്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിസ്റിന്റെ മണ്ണ് ഭരിക്കുന്ന പ്രിയപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ഷാം ഭരിക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലേക്ക് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഷാമിന്റെ മണ്ണിൽ അങ്ങാടിയിലേക്ക് എത്തിയപ്പോ ആ പട്ടണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളോട് ചോദിച്ചു, ആരാണ് ഷാം ഭരിക്കുന്ന അബൂ ഉബൈദ? ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ അബൂ ഉബൈദ, നിങ്ങളാണല്ലോ ഷാമിലെ ഗവർണർ. ഞാൻ വിദൂരമായ ഒരു ദേശത്ത് നിന്ന് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ വീടൊന്ന് കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെയും കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തസ്നഉ ഇൻദി ഇല്ലാ അൻ തഅ്സുറ ഐനി ഐനൈ. രണ്ട് കണ്ണുകൾ പീഞ്ഞെടുത്തുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കാൻ വേണ്ടിയാണോ ഉമർ തങ്ങളെ നിങ്ങൾ എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതൊരു പ്രശ്നമല്ല, നിന്റെ വീട് എനിക്ക് കാണണം അബൂ ഉബൈദ. ആ വീട് കാണാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഒരു നാടിന്റെ ഒരു ഭാഗത്തിലൂടെ ഒഴിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോ ദൂരെ നിന്നൊരു കൊച്ചുകുടിൽ കാണുകയാണ്. ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ ദാരിദ്ര്യത്തിന്റെ നിഴലടയാളങ്ങൾ ആ വീടിന്റെ ചുമരിൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ആ വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന മനുഷ്യരുടെ അവരുടെ ദാരിദ്ര്യത്തിന്റെ കടകൾ ആ വീടിന്റെ ചുമര് വിളിച്ചു പറയുന്നുണ്ട്. ചോർന്നൊലിക്കുന്ന വീട്ടിന്റെ ഉള്ളിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും തല കുനിച്ചു പിടിച്ചുകൊണ്ട് കയറി ചെല്ലുമ്പോ 21-ാം നൂറ്റാണ്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ, കൊട്ടാരങ്ങൾക്ക് മീതെ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്ന നമ്മൾ, നിർമ്മിച്ചുണ്ടാക്കിയ വീടിന് പവർ പോരാഞ്ഞിട്ട് അതിന് മുഞ്ച് പോരാഞ്ഞിട്ട് പിന്നെയും അതിന്റെ മുകളിൽ സമ്പത്ത് ചെലവഴിക്കുന്ന നമ്മൾ ചിന്തിച്ചു പോവണേ. കാലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധിപനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ ഷാമിലെ ഗവർണറായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് തല കുനിച്ചു പിടിച്ചുകൊണ്ട് കയറിപ്പോയ ഒരു രംഗം. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന മതാഉക യാ അബൂ ഉബൈദ? അല്ലയോ അബൂ ഉബൈദ, എവിടെയാണ് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? ലാ അറാ ഇല്ലാ ലിബ്ദതം വസഹതം വസനാ. ഈ വീട്ടിന്റെ ഉള്ളിൽ കേവലം ഒരു തലയിണയും രണ്ട് പാത്രങ്ങളുമല്ലാതെ ലാ അറാ ഇല്ലാ
ആനിയതൈൻ, ഈ കൊച്ചു കുടലിന്റെ ഉള്ളിൽ രണ്ട് പാത്രങ്ങളും ഒരു ഈത്തപ്പന നാര് കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ഒരു തലയിണയുമല്ലാതെ അബൂ ഉബൈദ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ വേറെ ഒരു വസ്തുവുമില്ലേ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള അതിഥിയല്ലേ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കടന്നു വന്ന മനുഷ്യനല്ലേ, അതിഥിയെ നിങ്ങൾ ഭക്ഷിപ്പിക്കുന്നില്ലേ അബൂ ഉബൈദ എന്ന് പറയുമ്പോ, ആ വീടിന്റെ ഉള്ളിൽ ആകെയുണ്ടായിരുന്ന ഒരു മുറിയുടെ ഭാഗത്തേക്ക് കടന്നു ചെന്നിട്ട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു പാത്രത്തിൽ ആഴ്ചകളോളം സൂക്ഷിച്ച് ഉണങ്ങിയ ഒരു റൊട്ടി എടുത്തുകൊണ്ട് കടന്നു വന്നപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്നിട്ട് അബൂ ഉബൈദ തങ്ങളോട് ചോദിച്ചു, അൻതാമീനു ഹാദിഹിൽ ഉമ്മ, ഈ സൈനിക സമൂഹത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരാണോ അങ്ങ്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഒരുപാട് ദേശങ്ങളിലേക്ക് വ്യാപനം നടന്നിട്ടും സാമ്പത്തികമായ ഒരുപാട് മാർഗങ്ങൾ കുന്നുകൂടിയിട്ടും ഇങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെ ഇടയിലാണോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തങ്ങളെ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്തെന്നല്ലേ, യക്ഫീനാ മാ യബ്ലുഗുൽ മഖീൽ, ഒരു തൂങ്ങി ഉറക്കത്തിന് വേണ്ടിയുള്ള ഈ ദുനിയാവിൽ എന്തിനാണ് തങ്ങളെ ഒരുപാട് കാലഘട്ടത്തേക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ധനാഗമന മാർഗങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ദുനിയാവ് ഒരു വഴി യാത്രക്കാരന്റെ ഇടത്താവളമാണ്. ഒരു തൂങ്ങി ഉറക്കത്തിന് വേണ്ടി കയറി നിൽക്കുന്ന ഈ ഭൗതിക ലോകത്ത് എന്തിനാണ് ഒരുപാട് സുഖ സൗകര്യങ്ങളെന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വയ്യറത്തിന ദുനിയാ വൈറകയാ ഉബൈദ, മഹാനായ അബൂ ഉബൈദ തങ്ങളെ, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഞങ്ങളാകെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരെയും ഇതിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിമറിച്ചിട്ടും അങ്ങേ ഒരു ലവലേശം പോലും മാറ്റാൻ ഈ ദുനിയാവിന് കഴിഞ്ഞില്ലല്ലോ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ കട്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ ഒരു ലോകത്ത് കഴിഞ്ഞു പോയവർ. ഇത് പറയുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് വലിയ കൊട്ടാരങ്ങൾ പണിതുയർത്തിയിട്ട് വലിയ സുഖലോലുപനായി ജീവിച്ച മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ നമ്മൾ ആരും കരുതാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിപ്പിക്കുന്ന മറ്റൊരു ചരിത്ര സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഒരു കാട്ടറബി കടന്നു വന്നു. ആ കാട്ടറബി കടന്നു വന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്നാ ജഹിസ് ബുനയ്യാതി വക്സുഹന്നാ. കൊട്ടാരത്തിന്റെ മുറ്റത്തിലല്ല, കൊച്ചുകുടലിന്റെ മുറ്റത്താണ് കടന്നു വന്നത്. ഈ തപ്പന മട്ടലിന്റെ ഓര കൊണ്ട് വലിഞ്ഞുണ്ടാക്കിയ ഒരു കൊച്ചുകുടിലാണ് ഇസ്ലാമിക രാജ്യം ഭരിക്കുന്ന രണ്ടാമത്തെ ഭരണാധിപനായ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉമ്മറ പടിയിൽ വന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെയും ശരീരത്തിൽ വസ്ത്രം ധരിക്കാനില്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ട ഒരു ഫക്കീറായ കാട്ടറബിയും ആ കാട്ടറബിയുടെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോയി, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്നാ, നന്മ കൊണ്ട് പേര് കേട്ട ഉമർ തങ്ങളെ, അങ്ങയെ കുറിച്ച് ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും പറയുന്നത് നല്ല കാര്യമാണ്. അങ്ങ് എങ്ങാനും എന്നിലേക്ക് നന്മ ചെയ്താൽ ജുസീതൽ ജന്ന, അല്ലാഹു തആല അങ്ങേക്ക് സ്വർഗ്ഗം നൽകുന്നതാണ്. അല്ലാഹു തആല അങ്ങേക്ക് സ്വർഗ്ഗം നൽകുന്നതാണ്. ജഹിസ് ബുനയ്യാതി വക്സുഹന്നാ, എന്റെ ഈ കുഞ്ഞുമക്കൾക്കും എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും ധരിക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും അങ്ങ് തരുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്ന ഒരാവശ്യം അതാണ്.
ആ സമയത്ത് ഈ കാട്ടറബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാവം കണ്ടപ്പോ രണ്ടാമതും ഈ കാട്ടറബി പറഞ്ഞു, വല്ലാഹി ലൗലം തുഅതില തുസ്അലന്നാ ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മൽ ജന്നാ. മഹാനായ ഉമർ തങ്ങളെ, നിങ്ങളെങ്ങാനും എനിക്ക് വസ്ത്രമോ ഭക്ഷണമോ തന്നിട്ടില്ലെങ്കിൽ ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അങ്ങേക്കെതിരെ ഒരു ശബ്ദം പോലും പറയാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ തിരിച്ചു പോകും. പക്ഷേ നാളെ കോടാന കോടി മനുഷ്യ മക്കൾ അല്ലാഹുവിന്റെ മഹ്ശറ വൻസമയിൽ സംഗമിക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറുവിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുന്ന ഒരു രംഗമുണ്ട് എന്ന് ഈ കാട്ടറബി 2 വരിയിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ പരുഷഭാവത്തോടുകൂടെ നിന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടാൻ തുടങ്ങി, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, പാപ്പാന്റെ കഷ്ണം വെച്ച് തുന്നിപ്പിടിപ്പിച്ച ഒരു കുപ്പായമുണ്ടടാ അവിടെ, അതെടുത്തു കൊണ്ടുവന്നിട്ട് ഈ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറയാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തയ്യാറായെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിൽ ധരിക്കാനുണ്ടായിരുന്നത് ഒരുപാട് കഷ്ണം വെച്ചുകൊണ്ട് തുന്നിപ്പിടിപ്പിച്ച ഒരു കുപ്പായമായിരുന്നുവെങ്കിൽ രാജ്യം ഭരിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക മാർഗവും സാമ്പത്തിക മേഖലയും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, അബൂ ഉബൈദ തങ്ങളെ, അങ്ങ് എന്താണ് ഇത്രയധികം ദുനിയാവ് വിശാലമായിട്ടും ഈ ദുനിയാവിന്റെ ഒരു പരിലാളനയും അതിന്റെ ഒരു സുഖങ്ങളൊന്നും അങ്ങയുടെ ജീവിതത്തിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ആ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ഈ ലോകമെന്ന് പറയുന്നത് ഉമർ തങ്ങളെ ഒരു മനുഷ്യന്റെ തൂങ്ങി ഉറക്കത്തിന് വേണ്ടിയുള്ള ഒരു നിശ്ചിതമായ സമയമല്ലയോ? പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഒരുപാട് കാലം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പണിയെടുക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിന്റെ താല്പര്യം. മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ ഒരു ജീവിതം നമ്മളിലേക്ക് കടന്നു വരാതെ അല്ലാഹുവിന്റെ ഹബീബും അവിടുത്തെ സഹാബത്തും കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അല്ലാഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പള്ളിയിൽ ഒരു പരിപാടി വെക്കുന്നു, അല്ലെങ്കിൽ നാട്ടിലെ നമ്മളുടെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നാട്ടിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് കേൾക്കുമ്പോ ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്താൽ ഞങ്ങൾക്ക് എന്ത് തിരിച്ചു കിട്ടും എന്ന് ചോദിക്കുന്ന ഒട്ടേറെ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുവരികയാണ്. സത്യത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടാവാൻ പറ്റുമോ? അത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ചരിത്ര സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ഖബലൽ ഹിജ്റത്തി യുസീബുനാ വലഫൽ ഐശി വശിദ്ദത വലാ നസ്ബിറു അലൈഹി. ഹിജ്റ പോകുന്നതിന്റെ മുമ്പേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം വന്നാൽ, പട്ടിണി വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. വലാ നസ്ബിറു അലൈഹി, ഞങ്ങളത് ക്ഷമിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഫമാ ഹുവ ഇല്ലാ അൻ ഹാജർനാ. മഹാനായ റസൂലുള്ളാഹി തങ്ങളെയും പരിശുദ്ധരായ സ്വഹാബത്തിനെയും മക്ക മുശ്രിക്കീങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന വേളയിൽ കാടുകളിൽ ചെന്നിട്ട് വൃക്ഷങ്ങളിലുള്ള ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിന്റെ സാഹചര്യം, അത്രത്തോളം പ്രയാസങ്ങളുടെ ഒരു അവസ്ഥ മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്കും അവിടുത്തെ സ്വഹാബത്തിനും ഉണ്ടായിരുന്നു. ആ വേളയിൽ ജനിച്ച നാടായ മക്കയും വിട്ടിട്ട് മദീനയിലേക്ക് പോകുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയുടെ മണ്ണിലേക്ക് ഞങ്ങൾ പോകുന്നത് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇഞ്ചോടിഞ്ച് ചേർന്നുകൊണ്ട് മദീനയുടെ മണ്ണിലേക്ക് ഞങ്ങൾ ഹിജ്റ പോകുന്നത് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും വന്നാൽ,
ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ നബി തങ്ങളുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടപ്പോ ജീവിതത്തിൽ വരുന്ന എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങൾ സഹിക്കാൻ തുടങ്ങി. فأصابنا الجوع والشدة فاستطعنا بهما وقوينا عليهما. ആ പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ മേൽ ഞങ്ങൾ വിജയം നേടുകയും ചെയ്തു. അതൊന്നും പിന്നൊരു പ്രയാസമല്ലാതായി മാറി. പക്ഷേ മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. നമ്മളിവിടെ പരിശുദ്ധമായ മജ്ലിസുൻ നൂറിൽ ബദരീങ്ങളുടെ നാമം ഉരുവിട്ട സ്ഥലങ്ങളിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നാമം നമ്മൾ ഉരുവിട്ടിട്ടുണ്ട്. മുസ്അബ് റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധരായ സ്വഹാബി വര്യന് ഞങ്ങൾ സഹിക്കും പോലെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അനുഭവിക്കുന്നത് പോലെ വേദനകൾ അനുഭവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? മക്കയുടെ മണ്ണിൽ ജീവിക്കുമ്പോ അവിടുത്തെ മാതാപിതാക്കൾക്ക് ഒരേ ഒരു ആന്തരിയായിരുന്നു, ഒരുപാട് സാമ്പത്തിക മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുഖിച്ച് രമിച്ചുകൊണ്ട് ജീവിച്ച ഈ മനുഷ്യൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ മക്കത്തെ മണ്ണിൽ നിന്ന് മദീനത്തെ മണൽപ്പരപ്പിലേക്ക് കാൽനടയായിട്ട് നഗ്നപാതനായിട്ട് നടന്നു പോകുമ്പോ കാലിന്റെ അടിഭാഗത്ത് നിന്ന് തോലുകൾ ഊരിയിട്ട് പൊട്ടിയൊലിക്കുന്ന രക്തത്തുള്ളികളുമായി നടക്കാൻ കഴിയാത്ത കണ്ണുനീരൊലിപ്പിച്ച ഒരു കഥന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്ന് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. വലഖദ് റഅയ്തുഹു, ഞാൻ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്, വഇന്ന ജിൽദഹു ലയതതായറു അൻഹു തതായുറ ജിൽദിൽ ഹയ്യ. നമ്മുടെയൊക്കെ നാടുകളിലുള്ള പാമ്പുകൾ വേലിയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ചില ഇടയ്ക്കുള്ള സമയങ്ങളിൽ അതിന്റെ ശരീരത്തിലുള്ള തോല് ഊരിയെറിഞ്ഞ് മാറുന്നത് പോലെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ നിന്ന് തോല് ഉരിഞ്ഞു പോയി എന്ന് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. കാലിന്റെ അടിഭാഗത്ത് നിന്ന് തോല് ഉരിഞ്ഞു പോയാൽ ആ ഒലിക്കുന്ന രക്തത്തുള്ളികളിൽ കാലെങ്ങനെയാണ് ചുട്ടുപൊഴുത്ത മണ്ണിൽ വെക്കാൻ കഴിയുക? അങ്ങനെയുള്ള പാഠവുമായിട്ട് നടക്കാൻ കഴിയാതെ വേച്ച് കൊണ്ടുപോകുമ്പോ മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നടക്കാൻ കഴിയാതെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വില്ലുകൾ ഞങ്ങളെടുത്തു. ആ വില്ല് ഞങ്ങളുടെ സഹാബികളുടെ തോളത്ത് വെച്ചിട്ട് ഈ രണ്ട് വില്ലുകൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിന്റെ അടിഭാഗത്തിലൂടെ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ തോളിലേറ്റ് പിടിച്ചുകൊണ്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കൊണ്ടുപോയത് എന്ന് മുൻഗാമികളായ മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ച, അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, കഷ്ടപ്പാടിന്റെയും വേദനയുടെയും ഒരു ലോകത്താണ് ഈ സ്വഹാബി വര്യന്മാർ കഴിച്ചു കൂട്ടിയതെങ്കിൽ അവരുടെ ജീവിതമൊക്കെ നടന്നുപോയത് ഇങ്ങനെയുള്ള വേദനയുടെ പുറത്താണ്. നമ്മൾ ഇന്നൊരു പരിപാടി വന്നു, ഒരു വിഷയം വന്നു, ദീനീപരമായ ഒരു കാര്യത്തിന് സഹകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് സമയമില്ല, നമുക്ക് തിരക്കാണ്, നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകണം, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ്. എന്നാൽ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ, സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദത്തിന് കീഴിൽ അടിയുറപ്പിച്ച് നിർത്തിയ വസ്തുത എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുറ്റിമൂച്ചിയിലുള്ള സ്നേഹോദര എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ശ്രദ്ധിക്കേണ്ടത്, വീട്ടിന്റെ ഉള്ളിൽ കഞ്ഞിയും പച്ചമുളകുമാണ് നമുക്ക് കഴിക്കാനുള്ളതെങ്കിലും അല്ലാഹു തആല പരിശുദ്ധമായ ഇസ്ലാമിന്റെ വസ്ത്രം നമ്മളുടെ ശരീരത്തിലിട്ടിട്ടില്ലേ? ലോകത്ത് ഏറ്റവും നല്ല സംസ്കാരമായ, ഏറ്റവും നല്ല സുന്ദരമായ സ്വഭാവ സവിശേഷതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ ഇസ്ലാമിന്റെ വസ്ത്രം അല്ലാഹു തആല നമ്മളെ ധരിപ്പിച്ചിട്ടില്ലേ? ഇതിനേക്കാൾ വലിയ മറ്റൊരനുഗ്രഹം എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഇദാ ഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അയാളെ വല്ലാതെ പരീക്ഷിക്കുമെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിൽ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്.
അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളം നമുക്ക് വലിയ സുഖങ്ങൾ കൂടലാണ്, നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവലാണ്, നല്ല വാഹനങ്ങൾ ഉണ്ടാവലാണ്. അത് കേവലമുള്ള മിഥ്യാധാരണയാണ്. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളം ഇബ്തലാ, ആ മനുഷ്യൻ അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. ലോകത്തുള്ള ഓരോ മുഅ്മിനും പരീക്ഷിക്കപ്പെടുന്നത് അവന്റെ ദീനിന്റെ കണക്ക് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയുടെ മുകളിലൂടെ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകിയിട്ട് പരീക്ഷണങ്ങളുടെ ലോകത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു പാപം പോലും തന്റെ ശരീരത്തിൽ ബാക്കിയില്ലാത്ത ഒരവസ്ഥ ഒരു മുഅ്മിനായ മനുഷ്യന് കടന്നു വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകുന്നത്. അല്ലാഹു തആല പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ പാണക്കാട് സയ്യിദ് ഷഹീർ അലി ശിഹാബ് തങ്ങൾ മന്ത്രിച്ചൂതിയ മജ്ലിസ് നൂറിന്റെ സദസ്സിൽ വെച്ച തേന് ഈ സദസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് നിങ്ങളത് കൈപ്പറ്റണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അത് വെറുതെയാവുകയില്ല. അല്ലാഹു തആല വല്ല മാരകമായ രോഗങ്ങളും നമ്മളുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു തആല അത് കാരണമായി അത് ശിഫയാക്കുമാറാവട്ടെ. അല്ലാഹു ക്യാൻസറിനെ തൊട്ടും ബ്രെയിൻ ട്യൂമറിനെ തൊട്ടും കിഡ്നി ഫെയിലിയറിനെ തൊട്ടും ഉദര സംബന്ധമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മസ്തിഷ്ക പ്രക്ഷാളനത്തെ തൊട്ടും നമ്മൾ തളർന്ന് കിടപ്പിലായി പോകുന്നതിനെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സുകൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ, അപകടങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വലിയ കാര്യമാണ്, വലിയ അനുഗ്രഹമാണ്. അതിന് നന്ദി ചെയ്യൽ നമ്മളുടെ മേൽ ബാധ്യതയാണ്. മഹാനായ പ്രവാചകർ പഠിപ്പിച്ചു നോക്കൂ, വല്ലാഹി മൽ ഫഖറു അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അൻ തുബ്സത ലകുമുദ് ദുനിയാ കമാ ബുസിദത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് ഈ ലോകത്ത് കഴിഞ്ഞു പോയ ആളുകളിൽ ദുനിയാവ് വിശാലമായതുപോലെ നിങ്ങളുടെ ഇടയിൽ അല്ലാഹു തആല ദുനിയാവ് വിശാലമാക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പട്ടിണി കിടന്നിട്ട് ഈ ദുനിയാവിന്റെ മടിത്തട്ടിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് അല്ലാഹു തആലയുടെ പരിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുമ്പോ പിന്നെ പുണ്യനബി പേടിച്ച ഒരു കാര്യം, ദുനിയാവ് നമ്മളുടെ മേൽ വിശാലമാകുമ്പോ ആ ദുനിയാവിന് വേണ്ടി മാത്സര്യ ബുദ്ധിയോടുകൂടെ നമ്മൾ കഴിച്ചു കൂട്ടുമ്പോ അത് കാരണമായി നമ്മൾ നശിച്ചു പോകുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം പറയുന്നുണ്ട്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന വേളയിൽ വീട് വിട്ടിട്ട് മദീനത്തെ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. വലഖദ് റഅയ്തുനി മർറതൻ ഫിൽ ലൈലി അബൂൽ, ഒരു രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എനിക്ക് വല്ലാതെ പ്രയാസം വന്നപ്പോ കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്ന് ഞാൻ മരുഭൂമിയിലേക്ക് കടന്നു ചെന്നു. രാത്രിയാണ്, സമയം കൂരിരുട്ടാണ്, നക്ഷത്രങ്ങളോ താരപഥങ്ങളോ ചന്ദ്രന്റെ വെളിച്ചമോ ഇല്ലാത്ത കൂരിട്ട് നിൽക്കുന്ന രാത്രിയുടെ സമയത്ത് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മരുഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് കടന്നു ചെന്നിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോ ഫസമിഅ്തു തഹ്ത ബൗലി യുജാഫി, മൂത്രമൊഴിക്കുന്നതിന്റെ തായ്ഭാഗത്ത് നിന്ന് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, എവിടെയാണ് മൂത്രമൊഴിക്കുന്നത് എന്നും അറിയുന്നില്ല. ഫലമസ്തു ബിയദി, അങ്ങനെ ആ വസ്തുവിന്റെ ഒച്ച കേട്ടപ്പോ, ശബ്ദം കേട്ടപ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് അതൊന്ന് തടവി നോക്കിയപ്പോ ഫൈദാ ഖിത്അതുൻ മിൻ ജിൽദി ബഈർ, ഏതോ കാലം മറവ് ചെയ്യപ്പെട്ടുകൊണ്ട് അറുത്തുകൊണ്ട് പാകം ചെയ്യപ്പെട്ട തോല് ഒഴിവാക്കപ്പെട്ട ഒട്ടകത്തിന്റെ ശരീരത്തിലുള്ള ഒരു തുകലായിരുന്നു അത്.
ഫലമസ്തു ബിയദി, ഞാൻ എൻ്റെ കൈകൊണ്ട് തടവി നോക്കിയപ്പോ ഫഇദാ ഖിത്അതും മിൻ ജിൽദി ബഈർ, ഒരു ഒട്ടകത്തിന്റെ തോൽ കഷ്ണമായിരുന്നു. ഫഅഖദ്തുഹാ, ഞാൻ എൻ്റെ കൈകൊണ്ട് ആ തോലന്റെ കയ്യിലേക്ക് ഞാനതിനെ പാകം ചെയ്യാൻ തുടങ്ങി. അതിനെ 3 കഷ്ണങ്ങളായിട്ട് ഞാനതിനെ വേർതിരിച്ചു വെക്കുകയും ചെയ്തു. 3 ദിവസങ്ങളോളം ഞാനത് ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു എന്ന്. 3 ദിവസത്തോളം മരുഭൂമിയുടെ മണൽത്തരിയിൽ നിന്ന് കിട്ടിയ ഒരു ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്നുണ്ടായ അതിന്റെ തുകലെടുത്തുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 3 ദിവസത്തെ ഭക്ഷണമാക്കി മാറ്റിയെന്ന് പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്ന പ്രിയപ്പെട്ട ബാപ്പാ, നമ്മൾ എത്രയോ വില കൊടുത്തുകൊണ്ട് വാങ്ങി വരുന്ന ഭക്ഷ്യവസ്തുക്കളെ തീന്മേശയിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ട് നമ്മൾ വലിച്ചെറിയുമ്പോ മുൻഗാമികളായ സഹാബി വര്യന്മാർ കഴിക്കാൻ എണ്ണം കിട്ടാതെ, ഭുജിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കടന്നുപോയ ഒരു ചരിത്രം നമ്മളുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല മുഅ്മിനീങ്ങളെ. ആ ചരിത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് സ്വബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഒരു ഒട്ടകത്തിന്റെ തോൽ കഷ്ണം 3 ദിവസം ഭക്ഷണമാക്കിയിട്ട് ഉപയോഗപ്പെടുത്തിയെങ്കിൽ മരുഭൂമിയുടെ മണൽത്തരിയിൽ കിടക്കുന്ന ഒരു ഒട്ടകം മൂത്രമൊഴിച്ചത് കഴുകി വൃത്തിയാക്കിയിട്ട് പാകം ചെയ്തിട്ട് 3 ദിവസത്തെ അന്നമാക്കി കഴിച്ചു കൂട്ടിയെങ്കിൽ അവനനുഭവിച്ച സങ്കടം എന്താ, അവനനുഭവിച്ച പട്ടിണി എന്താ? അതേ സംഭവം തന്നെയല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരാത്തതിന്റെ കാരണം അന്നം കഴിച്ചിട്ടില്ല, രാത്രിയിൽ ഭക്ഷണം കഴിക്കാനില്ല, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വീട് വിട്ടിറങ്ങിയ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചരിത്ര സംഭവം വിവരിക്കുന്നത് വല്ലാഹി ലഖദ് റകഅതു മിദ്റഅതി യാദി, തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പടങ്ങി എടുത്തിട്ട് ഒരുപാട് തവണ തുന്നി 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 ലജ്ജയായി പോയി. ഹത്തസ്തഹിയൈതു മിൻ റാഖിഹാ, ഒരു ടൈലറുടെ അരികിൽ കൊണ്ടുപോയിട്ട് ഈ പടയങ്കി കൊടുത്തിട്ട് തുന്നാൻ ലജ്ജ തോന്നുന്ന ഒരു ഘട്ടം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായി. ഈ പടയങ്കി കയ്യിൽ പിടിച്ചിങ്ങനെ തുന്നുന്നത് കണ്ടപ്പോ ഒരു സഹാബി വരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അലാ തംബുദുഹാൻ കയാ അലി, ഓ അലിയാര് തങ്ങളെ, നിങ്ങൾക്ക് ആ പടയങ്കി ഒന്ന് വലിച്ചെറിഞ്ഞുകൂടെ? നിങ്ങൾക്ക് നാണല്ലേ ഇത്രയധികം കഷ്ണങ്ങൾ വെച്ചിട്ട് ഇതിങ്ങനെ തുന്നി 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 പിടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ? അലി റളിയല്ലാഹു അൻഹു ആ സഹാബി വരനോട് പറഞ്ഞു, ഉസ്ബു അന്നി യാ ഫതാ, എന്റെ അരികിൽ നിന്ന് നീ പോടോ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ സഹാബി വരനോട് പറയുകയാണ്. ആ അലിയാര് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടകരമായ നിമിഷം കടന്നു പോകുന്നുണ്ട്. ഒരു പട്ടിണിയുടെ കഥ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ പറയുന്നുണ്ട്. ജിഅ്തു മറതൻ ബിൽ മദീന, മദീനത്തെ നാട്ടിൽ ഞാൻ ജീവിക്കുമ്പോൾ ഒരു ദിവസം പട്ടിണി കിടന്നപ്പോ വല്ലാത്ത വിശപ്പുണ്ടായ വേളയിൽ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ വന്നപ്പോ ഫഖറജ്തു മിൻ ബൈതി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. വഅന ഫീ അവാലിൽ മദീന, മദീനത്തെ കുന്നിൻ മുകളിലൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. ഇത് പഠിക്കേണ്ട ഒരു പാഠമാണ്. അലി റളിയല്ലാഹു അൻഹു ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നിട്ട് കൈനീട്ടി യാചിച്ചുകൊണ്ട് ഒരു യാചകനെ പോലെയല്ല കടന്നു വരുന്നത്. ആ രാത്രി സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങുന്നത് ആരെങ്കിലും ഒരു ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജോലി കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് അന്നം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മദീനത്തെ തന്റെ വീടിന്റെ ചുറ്റിലും ഒരുപാട് കൂട്ടുകുടുംബാദികളുണ്ട്. അവരുടെ അരികിൽ പോയിട്ട് അന്നം ചോദിച്ചാൽ ആരും കൊടുക്കാതിരിക്കില്ല. പക്ഷെ ലജ്ജ കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ജോലി കിട്ടണമെന്നുള്ള ഉറപ്പോടുകൂടെ ഇറങ്ങി നടക്കുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചു. മദീനത്തെ വഴിയോരങ്ങളിലൂടെ നടക്കുമ്പോ ആരാരും ജോലി കൊടുക്കാതെ വന്നപ്പോ
തൊട്ടപ്പുറത്തുള്ള ഒരു കുന്നിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോ ആ കുന്നിന്റെ മുകളിൽ ഒരു പാവപ്പെട്ട പെണ്ണ് നിൽക്കുന്നുണ്ട്. ചരിത്രം പറയുന്നത് അവൾ ഒരു യഹൂദിയായ പെണ്ണായിരുന്നു എന്നാണ്. ആ പെണ്ണിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു ചെറിയ വിളക്ക് അവിടെ കത്തിച്ചു വച്ചിട്ടുണ്ട്. ആ വിളക്കിന്റെ അടുത്തായിട്ട് കൂട്ടിയിട്ട ഒരു മൺകൂനയുണ്ട്. ആ സഹോദരിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോ അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ആ പെണ്ണ് കൂട്ടിയിട്ട മൺതരിക്ക് മുകളിൽ വെള്ളം നനച്ചുകൊണ്ട് ചെളിയാക്കിയിട്ടത് തന്റെ ചുമര് തേച്ചു പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതുപോലെയാണ്. അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, അല്ല പെണ്ണേ, ഈ രാത്രിയിൽ ഏകാഗിയായിട്ട് ഇങ്ങനെ ഈ വീടിന്റെ മുറ്റത്ത് തേച്ചു പിടിപ്പിക്കാത്ത ചുമരുള്ള വീടിന്റെ മുറ്റത്ത് ഈ ചളിയും കൂട്ടിയിട്ട് ഈ മണ്ണും കൂട്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, അല്ലയോ അലി, നിങ്ങൾ എന്റെ വീടിന്റെ ചുമരിലേക്കൊന്ന് നോക്ക്, ഇഴജന്തുക്കൾ കടന്നു വന്നിട്ട് എന്നെ ആക്രമിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ഈ വീടൊന്ന് തേച്ചു പിടിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ എന്റെ ശരീരം കൊണ്ട് ഒരുപാട് അകലത്തിൽ പോയിട്ട് തോൽപാത്രത്തിൽ വെള്ളം പിടിച്ചുകൊണ്ട് കടന്നു വരാൻ എനിക്ക് പ്രയാസമാണ്. മദീനത്തെ കുന്നിൻ മുകളിൽ മറികടന്നുകൊണ്ടാവണം വെള്ളമെടുത്തിട്ട് ഈ മണ്ണ് വന്നിട്ട് നിലക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിങ്ങൾക്ക് വേണ്ടത് വെള്ളമാണ്, എനിക്ക് വേണ്ടത് കൂലിയുമാണ്. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്താൽ നിങ്ങൾ എനിക്ക് എന്ത് പ്രതിഫലം നൽകുമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, ആ ജൂത സ്ത്രീ പറഞ്ഞു, ഈ കുന്നിൻ മുകളിലൂടെ എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള തോൽപാത്രവും പിടിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു തോൽപാത്രം വെള്ളം കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾക്ക് ഒരു കാരക്ക ഒരു തോൽപാത്രത്തിന് പകരമായി ഞാൻ നൽകുമെന്ന് ഈ പെണ്ണ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു തോൽപാത്രവും പിടിച്ചുകൊണ്ട് മദീനത്തെ കുന്നിൻ മുകളിലൂടെ നടക്കാൻ തുടങ്ങി. പണിയെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കണം പ്രിയപ്പെട്ടവരെ. അവനവന്റെ കൈകൊണ്ട് അധ്വാനിച്ച മുതൽ കൊണ്ട് അന്നം കഴിച്ച് ശീലിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല അങ്ങനെയുള്ള ആയുരാരോഗ്യവും സമ്പത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു തോൽപാത്രവും പിടിച്ചുകൊണ്ട് മദീനത്തെ കുന്നിൻ മുകളിലൂടെ നടക്കാൻ തുടങ്ങി. ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 16 തോൽപാത്രം വെള്ളവുമായിട്ട് ഈ വീട്ടിലുള്ള പെണ്ണിന്റെ അരികിലേക്ക് വന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, ഇനി ഒരടി പോലും നടക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എന്റെ പേശികൾ വലിഞ്ഞു മുറുകുന്നുണ്ട്, എന്റെ കാലുകൾ തളർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പെണ്ണേ, എനിക്കിതിനെ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞുറപ്പിച്ച കൂലി എന്റെ കയ്യിലേക്ക് വെച്ച് തന്നാലും എന്ന് പറഞ്ഞപ്പോ ആ ജൂത പെണ്ണ് തന്റെ സഞ്ചിയിൽ നിന്ന് 16 തോൽപാത്രം വെള്ളത്തിന് ഒരൊന്നുപോലും കൂടാതെ 16 കാരക്ക എടുത്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ തോൽപാത്രത്തിൽ വെള്ളം കൊടുത്തതിന്റെ പകരമായി കിട്ടിയ കാരക്കയും പിടിച്ചുകൊണ്ട് സന്തോഷവദനായിട്ടും അതിൽ നിന്ന് 2 എണ്ണം ഭക്ഷിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി ആശിഖിനാ വ ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലോകത്തിന്റെ നായകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങൾ അനുഭവിച്ച പട്ടിണിയേക്കാളും വലിയ പട്ടിണി അനുഭവിച്ചുകൊണ്ടാണ് വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നത്. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഫഅകല മഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദാലിക തംർ, ആ കാരക്കയിൽ നിന്ന് പുണ്യ നബി പോലും എന്റെ കൂടെ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ കഥകൾ പേറിയിട്ട് മുൻഗാമികളായ സഹാബത്ത് നടന്നുപോയത്. അതുകൊണ്ടല്ലേ ബുസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ
ബുർദയിൽ രേഖപ്പെടുത്തി വച്ചത് വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. മഹാപർവതങ്ങൾ, സ്വർണത്തിന്റെ മഹാപർവതങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ ആലോചിക്കണേ, ബുസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ആർക്ക് വേണ്ടിയാണോ ഈ ലോകം പടക്കപ്പെടുന്നത്? وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرجي دنيا من العدم. ആ പുണ്യ നബി എങ്ങാനും ലോകത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകമില്ല, മാമലകളില്ല, ആകാശ ലോകത്ത് രാത്രിയുടെ പ്രകാശമായ നക്ഷത്രങ്ങളില്ല, പകലിന്റെ യാമങ്ങളിൽ നമുക്ക് വെളിച്ചം നൽകുന്ന സൂര്യനില്ല, ഈ കത്തിപ്രകാശിക്കുന്ന ബൾബുകളില്ല, ഈ ശബ്ദമുണ്ടാക്കുന്ന ഉച്ചഭാഷണിയില്ല, ഈ ഇരിക്കുന്ന നിങ്ങളുമില്ല, സംസാരിക്കുന്ന ഞാനുമില്ല. ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ ഇദമി. ആർക്ക് വേണ്ടിയാണോ അല്ലാഹു തആല ഈ ലോകത്തെ പടച്ചത് ആ പ്രവാചകരുടെ മുമ്പിലാണ് സ്വർണത്തിന്റെ മഹാപർവതങ്ങൾ വന്നിട്ട് പറയുന്നത്, പുണ്യ നബിയെ ഞങ്ങളെ സ്വീകരിച്ചാലും എന്ന് പറയുമ്പോ അന്നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. പർവതങ്ങളെ, നിങ്ങൾ പർവതങ്ങളായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ തന്നെ പോയി നിന്നാലും എനിക്ക് നിങ്ങളെ വേണ്ട, ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ വേണ്ട. ആ പ്രവാചകർ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് തേടിയ തേട്ടമെന്താ? അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, സാധുക്കളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ജീവിപ്പിക്കണേ മന്നാനെ, സാധുക്കളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ മരണപ്പെടുത്തണേ റബ്ബേ. നാളെ നിന്റെ ആഖിറത്തിൽ സാധുക്കളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എന്നെ ആരാണ് തേടിയത്? ഞാനല്ല, നിങ്ങളല്ല. ഞാനും നിങ്ങളും പടക്കപ്പെടാൻ, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള കോടാന കോടി സൃഷ്ടിജാലങ്ങളും പടക്കപ്പെടാൻ നിമിത്തമായതാരാണോ? മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ എങ്ങനെയാണ് തേടിയത്? ആ നബിവര്യർ എങ്ങനെയാണ് നടന്നുപോയത്? അതുകൊണ്ട് ആ പുണ്യ നബിയുടെ കാൽപാദമല്ലേ നമ്മൾ പിന്തുടരേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു 3 സലാത്ത് എഴുന്നേറ്റ് ചൊല്ലാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇനി വല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉറക്കത്തിന്റെ പ്രയാസമോ വല്ല ഗുളിക കുടിക്കാനോ മരുന്നിന്റെ ആവശ്യങ്ങളൊക്കെ ഉള്ള പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ പോകണമെങ്കിൽ പോകുകയും ചെയ്യാം. നിങ്ങൾക്ക് നിർത്താനുള്ള സമയമായിട്ട് നമുക്ക് പരിപാടി നിർത്തുകയും ചെയ്യാം. അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്. പോരായ നിങ്ങൾക്ക് സമയമായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തി തിരുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുർ റഹീമായ രാജസയ്യിദായ റബ്ബേ, ഈ രാത്രി സാക്ഷിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ മന്നാനെ. മുൻഗാമികളായ സഹാബി വര്യന്മാരും അവിടുത്തെ പ്രവാചകരും നടന്നു പോയ വഴിയെ അല്ലാഹുവേ, ആ പാഠങ്ങൾ പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അങ്ങനെയുള്ള കഷ്ടപ്പാടിന്റെ ലോകത്ത് ജീവിച്ചു പോയ സഹാബത്തും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും, ഞാൻ ദീർഘിപ്പിക്കൂല, ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നതിന്റെ ആകെ തുക
നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ താല്പര്യം, നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗം നേടാമെന്ന് നമ്മൾ ആരും കരുതണ്ട. അതിന്റെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ സദസ്സിൽ നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് നമ്മൾ നൽകുന്ന സംഭാവനകൾ അതിന്റെ മാർഗമാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന മുതൽ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ മനസ്സിന് ചില നീരസങ്ങൾ ഉണ്ടാകും, ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു തആല നമ്മളിൽ നിന്ന് കബൂലാക്കും. മഹാനായ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദീനയുടെ മണ്ണിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വല്ലാത്ത ആഗ്രഹത്തോടുകൂടെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി യമനിന്റെ മണ്ണിൽ നിന്ന് രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ അരികിൽ നിന്ന് മദീനത്തെ മണ്ണിലേക്ക് പോവാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായപ്പോ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, ഉമ്മാ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മണ്ണിലുണ്ട്. ആ പുണ്യനബി ഒന്ന് പോയി കാണാനുള്ള ആഗ്രഹമുണ്ട് ഉമ്മ, നിങ്ങൾ എന്നെ സമ്മതിച്ചാലുമെന്ന് പറഞ്ഞപ്പോ രോഗശയ്യയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മോനെ ഉവൈസേ, ഈ മണ്ണിൽ നിന്ന് നീ പോയാൽ എന്റെ കാര്യങ്ങൾ ആരാണ് പിന്നെ നോക്കുന്നത്? ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബി വര്യനല്ല, താബീങ്ങളുടെ നേതാവാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. യമനിന്റെ മണ്ണിൽ നിന്ന് കാൽനടയായിട്ട് മദീനത്തെ മണ്ണിലേക്ക് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നടന്നു പോകുമ്പോ മദീനയുടെ അങ്ങാടിയോടെടുക്കുന്ന ഓരോ സമയത്തും ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് മദീനത്തെ മണ്ണിലുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പട്ടണത്തിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധാവശ്യാർത്ഥം ഇസ്ലാം നേരിടുന്ന വല്ലാത്ത ഒരു വെല്ലുവിളി അതിജയിക്കുന്നതിന് വേണ്ടി സമരമുഖത്തേക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയതാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ട് മദീനയുടെ മണ്ണിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയാത്ത നിരാശയോടുകൂടെ മടങ്ങേണ്ടി വന്ന താബിയായ മനുഷ്യനാണ് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ സമയത്താണ് മദീനത്തെ മണ്ണിലെത്തി പുണ്യനബിയെ കാണാതെ വന്നപ്പോ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആലോചിച്ചു, എന്റെ പുണ്യമാതാവ് യമനിന്റെ മണ്ണിൽ വല്ലാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയല്ലയോ? അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് യമനിന്റെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവണം. അങ്ങനെ മദീനത്തെ മണ്ണിൽ നിന്ന് പുണ്യനബിയെ കാണാതെ, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ യമനിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ ഉമ്മയുടെ അരികിൽ ചെന്നിട്ട് ഉമ്മാക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയാണ്. ആ താബിയായ മനുഷ്യന്റെ ചരിത്ര സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്താൽ ഉടനടി അല്ലാഹു തആല ഉത്തരം നൽകുമെന്നാണ്. അതിന് കാരണം പറയുന്നത്, എന്റെ ഈ സദസ്സിൽ ഏതെങ്കിലും മക്കൾ ഏതെങ്കിലും മാതാപിതാക്കളെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരോട് അന്യായമായി പെരുമാറുന്നുണ്ടെങ്കിൽ, മോശമായി പെരുമാറുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയുകയില്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവാചകൻ തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ഉടനടി ഉത്തരം കൊടുക്കും. അതിന് കാരണം പറയുന്നത്, ലിബിർരിഹി ഇലാ ഉമ്മി, തന്റെ മാതാവിന് ചെയ്തു കൊടുത്ത ഗുണങ്ങളായിരുന്നു കാരണം. ഉമ്മാക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഗുണത്തിന്റെ കാരണം കൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉടനടി റബ്ബ് ഉത്തരം നൽകും. ആ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിതമാണ് ഇന്നത്തെ പുതുതലമുറ മനസ്സിലാക്കേണ്ടത്.
മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസവും സായം സന്ധ്യയിൽ വൈകുന്നേര സമയം എത്തിക്കഴിഞ്ഞാൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ മൻ മാത ജുഅൻ ഔ ലമഅൻ ഔ അരിയാ. അല്ലാഹുവേ, ആരെങ്കിലും വിശപ്പിനാലോ ദാഹത്താലോ കടങ്ങളാലോ മറ്റുള്ള ബുദ്ധിമുട്ടുകളാലോ മരിച്ചുപോയാൽ ഫലാ തുആഖിദ്നി ബിഹി യാ അല്ലാഹ്. ഈ യമനിന്റെ മണ്ണിൽ ഞാൻ ജീവിക്കുന്ന പരിസര പ്രദേശത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പട്ടിണി കിടന്നിട്ടോ വെള്ളം കിട്ടാതെയോ മരണപ്പെട്ടു പോയാൽ ഈ ഉവൈസുൽ ഖർനിയെ പിടിച്ചുകൊണ്ട് നീ ശിക്ഷിക്കരുത് റബ്ബേ എന്ന് ഓരോ ദിവസവും അന്നത്തെ വൈകുന്നേര സമയത്ത് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ലൈസ ഫീ ബൈതി തുആമുൻ സിവാ മാ അകൽതു യാ അല്ലാഹ്. റബ്ബേ, എന്റെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും ഞാൻ ദാനം ചെയ്തു, എന്റെ ഭക്ഷണം ഞാൻ കഴിച്ചു പോയി, ല്ലാതെ വേറെ ഒന്നും എന്റെ വീട്ടിൽ ഇനി കഴിക്കാൻ ബാക്കിയില്ല റബ്ബേ. സിവാ മാഫി ബത്നി, വിശപ്പടക്കി പിടിക്കാൻ വേണ്ടി ഞാൻ എന്റെ വയറ്റിലാക്കിയ ഭക്ഷണമല്ലാതെ ഈ ഉവൈസിന്റെ വീട്ടിൽ വേറെ ഒന്നും എടുക്കാനില്ല അല്ലാ. പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, നാട്ടിലുള്ള സാധുക്കളായ ആളുകൾക്ക് വേണ്ടി നമ്മളോട് സംഭാവനകൾ ചോദിക്കുമ്പോ നാളെ പടച്ചറപ്പിന്റെ പ്രതിക്കൂട്ടിൽ നമ്മൾ നിൽക്കേണ്ടുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് നമ്മൾ ചെലവഴിക്കണം. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നമ്മൾ നേടണം. അതാണ് ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിതം പഠിപ്പിക്കുന്നത്. മഹാനവർകൾ പറയുകയാണ്, വഅൻത തഅലമു, അല്ലാഹുവേ, നീയാണ് ഏറ്റവും അറിയുന്നവൻ. വലൈസ ലീ ശൈഉൻ മിനദ് ദുനിയാ ഇല്ലാ മാ അലാ ലഹരി വഅൻത തഅലമു യാ റബ്ബി. ഈ ഉവൈസിന്റെ ഈ ശരീരവും ശരീരത്തിന്റെ മുകളിലുള്ള ഈ വസ്ത്രവുമല്ലാതെ ഈ ദുനിയാവിന്റെ പുറത്ത് ഒരു സമ്പാദ്യവും ഇന്നത്തെ രാത്രി ഈ ഉവൈസിന്റെ കയ്യിലില്ല അല്ലാ എന്ന് ഓരോ ദിവസവും രാത്രിയാകുന്ന സമയത്ത് മഹാനായ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുമായിരുന്നുവെങ്കിൽ മഹാനായ പരിശുദ്ധ പ്രവാചകരും അവിടുത്തെ സച്ചരിതരായ സഹാബത്തും ആ സഹാബത്തിന്റെ ജീവിതം കണ്ടറിഞ്ഞ താബീകളും അവർ ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ, അവർ സുഹൃത്തിന്റെ ഒരു ലോകത്താണ് ജീവിച്ചു പോയത് എങ്കിൽ പരിത്യാഗത്തിന്റെ പാഠമാണ്. ഈ ദുനിയാവിനെ വിഭാടനം ചെയ്യാനുള്ള മനസ്സാണ് അവർ ഒരുക്കി വെച്ചത് എങ്കിൽ അവർ ഭയപ്പെട്ടതും അവർ പേടിച്ചതും അല്ലാഹുവിനെയാണ്. അവർ ആഗ്രഹിച്ചത് പടച്ചറപ്പിന്റെ സാമീപ്യമാണ്. അവർക്ക് വേണ്ടത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗം വേണമെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കൽ നിർബന്ധമാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള പ്രയാസങ്ങളെ അതിജയിക്കാൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആദ്യം പറഞ്ഞു വെച്ച ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിഅഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുല്ലു ലഈഫിൻ മുതലഈഫ്, എല്ലാ ദുർബലനായ, അപലനായ, ചപലയായ മനുഷ്യരാണ്. പക്ഷേ മുടി ജട കുത്തിപ്പിടിച്ച, ശരീരം ചുക്കിച്ചുളിഞ്ഞ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന, ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒരുപക്ഷെ ചളി പുരണ്ടിട്ടുണ്ടാവാം. ആളുകളുടെ ഇടയിൽ ഒരുപക്ഷെ വലിയ നിലയും വിലയും ഇല്ലാതിരിക്കാം. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറാ, ഒരു കാര്യം ആണയിട്ട് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ മേൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ, ലാ ബർറാ, അത് ഉടനടി തന്നെ നടന്നു പോകുമെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ആലിമീങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സമാരഥന്മാരായ കർണിയത്ത് ഉസ്താദിനെ പോലെ, ശംസുൽ ഉലമയെ പോലെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലെ, മാനു ഉസ്താദിനെ പോലെ, പാറന്നൂർ ഉസ്താദിനെ പോലെ, കാളമ്പാടി ഉസ്താദിനെ പോലെ, കോയക്കുട്ടി ഉസ്താദിനെ പോലെ ഒട്ടേറെ സാദാത്തുക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒരു സൂഫി
ബഹുവര്യനായ ഒരു ഉസ്താദ് അവർകൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരിങ്ങനെയാണ്, എല്ലാവരും വിളിക്കുന്നത് തൃപ്പനച്ചി ഉസ്താദ് എന്നാണ്. കാണാൻ വലിയ കോലമില്ല. ഇന്ന് ആ മഹാനുഭാവൻ ആറടിമണ്ണിന്റെ അടിത്തട്ടിലാണ്. അല്ലാഹു തആല മഹാനുഭാവരുടെ കൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പക്ഷെ അവർക്കുള്ള പ്രത്യേകത, ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറ, അവർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു കാര്യം ആണയിട്ടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അബർറ, അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ആളുകളാണ് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക. പിന്നെയോ നബിതങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അലാ ഉഖ്ബിറുകും ബി അഹ്ലിന്നാർ, നരകത്തിലുള്ള ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. കുല്ലു ഉതുവിൻ ജവാലിൻ മുസ്തക്ബിർ, അഹങ്കാരത്തിന്റെ കൊടി നാട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ വമ്പത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട്, അല്ലാഹു തആല നൽകിയിട്ടുള്ള സുഖങ്ങൾ വെച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ വലിപ്പത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നാളെ നരകത്തിൽ അധികവും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളായി ജീവിക്കുമ്പോ നമുക്ക് വിനയമുണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിതത്തിന്റെ മാർഗമുണ്ട്. അതാണ് സച്ചരിതരായ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവരുടെ നാമമാണ് ഈ മജ്ലിസിൽ നമ്മൾ മൊഴിഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് ദുആക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയത്. അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു തആല നമ്മളെ കബൂലാക്കും. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അന്തിമം യാത്ര നീ തിരിക്കും, അവസാന വേദന നീ സഹിക്കും. ആറടി മണ്ണിൽ അലിഞ്ഞേരും, ആരും സഹായത്തിനില്ലാതെ പോകും. ആരാരും കൂടെയില്ലാതെ ഒരു യാത്ര നമ്മൾ ഒറ്റക്ക് പോവേണ്ടി വരും. അന്ന് പെട്രോൾ അടിക്കാത്ത വാഹനമാണ്. ശവമഞ്ചത്തിൽ ഏറ്റിപ്പിടിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ കൂട്ടുബന്ധുക്കളും പുത്രന്മാരും നമ്മളുടെ സന്താനങ്ങളും സന്തതികളും നാട്ടിലുള്ള ആളുകളും ഉണ്ടാവും. ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലിന്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുമ്പോ ഇണ തുണയില്ലാതെ ഏകനായി ഈ ഭൂമിയിൽ മൃതദേഹമായി ഉറ്റവരാരും വരില്ല നിന്നിൽ, ഉറ്റവരാരും വരില്ല നിന്നിൽ. ഒറ്റയ്ക്കു പാർക്കുന്ന ഖബറിനുള്ളിൽ, ഒറ്റയ്ക്കു പാർക്കുന്ന ഖബറിനുള്ളിൽ ആരാരും കൂടെയില്ലാത്ത ആറടി മണ്ണിന്റെ ഉള്ളിൽ ഇന്ന് ദുനിയാവിൽ വമ്പത്തരം പറഞ്ഞുകൊണ്ട് നടന്ന ഈ ശരീരം കൊണ്ടുപോയി വെക്കുമ്പോ ഇന്ന് നമ്മൾ അഹങ്കാരത്തിന്റെ കൊടി നാട്ടിയിട്ടുകൊണ്ട് നടന്നു പോയവരാണെങ്കിൽ അവിടെ നമ്മളുടെ കൂടാരുമില്ല. വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി യുനാദൂന ഖൽഫൻ നൈസി മൻ ലാ യുജീബുഹും വഖദ് കുൻതു ഫിദ്ദുനിയാ സരിയൽ ഇജാബതി. 10 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മറപ്പടിയിൽ നിന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പിഞ്ചിളം കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുന്ന നമ്മളുടെ കൂടെ വേറെ ആരും കടന്നു വരുന്നില്ല. അങ്ങനെ ഒരു രംഗം അഭിമുഖീകരിക്കാനുള്ളവനാണ് ഈ പറയുന്ന ഞാനും. എന്റെ ശബ്ദം
ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളും കോടാനുകോടി മനുഷ്യർ നമ്മളുടെ ഇടയിലൂടെ വഫാത്തായി പോയി, മരണപ്പെട്ടു പോയി. അവരൊക്കെയും അവരുടെ കഥകൾ ഖബറിനുള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കാൻ നമുക്ക് കഴിയാതെ പോകുന്ന നമ്മളുടെ അപാകതയാണ്. പക്ഷേ മരണപ്പെട്ടവരാരും ഇന്ന് ലോകത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ജനിച്ചവരാരും മരിക്കാതെ പോയിട്ടുമില്ല എന്ന് പറയുമ്പോ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്? ആരോടാണ് നമ്മൾ വമ്പത്തരം കാണിക്കുന്നത്? മണ്ണിൽ കൊണ്ടുപോയി വച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ പൊട്ടിയൊലിക്കുന്ന കണ്ണുള്ളവർ, വയറ് പൊട്ടിയൊലിച്ചുകൊണ്ട് പശുക്കൾ വന്നുകൊണ്ട് ശരീരത്തിൽ നിറയുന്നവർ, ആ കബറങ്ങ് തുറന്നു കളഞ്ഞാൽ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരം വെച്ചിട്ടാണോ നമ്മൾ മറ്റുള്ളവരോട് വഴക്കിന് പോകുന്നത്? മറ്റുള്ളവന്റെ അവകാശങ്ങൾ നമ്മൾ കവർന്നെടുക്കുന്നത്, ആരാനെ പറ്റി വേണ്ടാതീനും പറഞ്ഞു പരത്തുന്നത്, അയലത്തെ വീട്ടിൽ ചെന്നിട്ട് മറ്റുള്ള സഹോദരിമാരുടെ കുറ്റം പറയുന്നത്, ഏതെങ്കിലും വീട്ടിലേക്ക് വരുന്ന കല്യാണം മുടക്കുന്നത്, പള്ളിയിലുള്ള ആളുകളുടെ നേരെ തിരിയുന്നത്, സാദാത്യങ്ങളെ കുറ്റം പറയുന്നത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്. വേണ്ട വേണ്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്ഹാബുൽ ബദരീങ്ങളുടെ നാമത്തിന്റെ വെളിച്ചം കൊണ്ട് പ്രഭാപൂരിതമായ ഈ മജ്ലിസുൻ നൂറിന്റെ സമാപന സമയത്ത് അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ കട്ടപ്പാടുകൾ ദൂരീകരിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ. അല്ലാഹുവേ എന്തെല്ലാം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് എങ്കിൽ 10,000 രൂപ സംഭാവന നൽകിയവർ, 5,000 രൂപ സംഭാവന നൽകിയവർ, അല്ലാഹുവേ ഇവിടുത്തെ എസ്റ്റേറ്റിലേക്ക് പണിക്ക് പോയി കോന്തലയിൽ വെച്ച് കെട്ടിയ നാണയത്തുട്ടുകളുമായിട്ട് ശരീരത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള നാണയത്തുട്ടുകൾ ഈ മജ്ലിസിൽ നൽകിയിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അല്ലാഹുവേ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കരുത്തറിയുന്ന റബ്ബേ, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഘാടക സമിതിക്ക് ഇവിടെ പറയാനുണ്ട്. വളരെ പെട്ടെന്ന് അവർ പറഞ്ഞു തീർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് തന്നെ പോവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ഇനി ദീർഘിപ്പിക്കുന്നത് ശരിയല്ല, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ചെറിയൊരു ദുആ കൂടെ ഈ സദസ്സ് പിരിച്ചുകൊള്ളും. ഏതായിരുന്നാലും ഇതുവരെയൊക്കെ നിങ്ങൾ ഇരുന്ന് സഹകരിച്ചല്ലോ. നമ്മൾ ഇനി ഈ അവസാന സമയത്തെത്തുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ അല്ലാതെ വർഷത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു തള്ളിക്കളയുകയില്ല. മനസ്സിന്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മളാരും ഫضل കൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്ന സാദാത്യങ്ങളുടെ സയ്യിദന്മാരുടെ ഫضل കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇവിടെ പറയപ്പെട്ട മഹാന്മാരായ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ നാമത്തിന്റെ ഫضل കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മന്ത്രിച്ചൂതിയ തേന് അല്പം കൂടി ബാക്കിയുണ്ട്. നേരത്തെ 300 രൂപ ഒരു കുപ്പിക്ക് വെച്ച് എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ കഴിയുന്ന ആളുകൾ ഒരു 100 രൂപയെങ്കിലും നൽകി അത് കൈപ്പറ്റണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. കാശ് ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടതില്ല. കയ്യിലില്ലാത്ത ആളുകൾ അടുത്ത മജ്ലിസുൻ നൂറിന് വരുമ്പോ അത് ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചാലും മതി. നിങ്ങൾ അതൊക്കെ വാങ്ങി ഒരു 100 രൂപക്ക് കൂടി അത് വാങ്ങി നിങ്ങൾ അതുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഇന്നത്തെ മജ്ലിസുൻ നൂറിലേക്ക് ഇവിടെ ഭക്ഷണം നൽകുകയുണ്ടായി. അതിലേക്ക് AP നാസർ എന്ന സഹോദരൻ ഒരു 25 കിലോ അരി സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ ഇന്ന് നമ്മുടെ ഇവിടെ വന്ന തങ്ങളവർക്കും അതുപോലെ ഇവിടെ വന്ന എല്ലാ അതിഥികൾക്കും പ്രത്യേകമായി ഭക്ഷണം സജ്ജീകരിച്ച നമ്മുടെ മജീദ് KM മജീദ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വേണ്ടിയും മറ്റൊരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് നൽകിയിട്ടുണ്ട്. പേര് പറയാൻ വിട്ടുപോയ ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അവർകൾ
അവസാനത്തിൽ നമ്മുടെ പരിപാടി നിൽക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 3 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു വീട്ടിലും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് അവറുകള് ദുആ ചെയ്യുന്നതാണ് അറിയിക്കുന്നത്. നിങ്ങളെ നീട്ടിക്കൊണ്ടു പോവല്ല, നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. കാരണം ഇന്നത്തെ ഈ യാത്ര ചെയ്തിങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലത്തെ ദിവസം എൻ്റെ കൂടെയൊക്കെ പഠിച്ച വെങ്ങപ്പള്ളിയിലെ ശംസുലുലമ ഇസ്ലാമിക് അക്കാദമിയിൽ 6 വർഷത്തോളം പഠിച്ച സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വയനാട് ജില്ലയിൽ പനമരത്തിനടുത്ത് കൈതക്കല്ലിൽ വെച്ചുകൊണ്ടൊരു ബൈക്ക് ആക്സിഡന്റിൽ വളരെ ദാരുണമായ സ്ഥിതിയിൽ മേപ്പാടിയിലെ വിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഡോക്ടർമാർ 5% മാത്രം ചാൻസ് പറയുകയും കോഴിക്കോട് മിംസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് ആയുരാരോഗ്യത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. കുടുംബത്തിന്റെ ആകെയുള്ള അത്താണിയാണ്, പ്രതീക്ഷയാണ്, വേറെ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരികെ വന്ന് ദീനീപരമായ മേഖലകളിൽ ചെയ്തതിനേക്കാളേറെ ഒരുപാട് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് നേരം ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا منا إلى حضرة روح حبيبنا وشفيعنا وهادينا وقرة أعيننا وعاشقنا مصطفى محمد صلى الله عليه وسلم، ثم إلى حضرات الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، وإلى حضرة سادات البدريين المذكورين في هذه المجلس الكريم. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافل يا رافي يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عليم يا غفور يا شكور يا علي يا كبير يا حفيل يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسي يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدي يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا لاغر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا ماني يا الله يا نافي يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور. اللهم إنا قد رفعنا أيدينا إليك راجين محتاجين بمحض فضلك وجودك ومنك وكرمك ولطفك وبفضل أسمائك الحسنى وبفضل أسماء البدرين وبفضل سورة الإخلاص والمعوذتين فاستجب دعوتنا يا رب العالمين.
അല്ലാഹുവേ ഈ രാത്രി സാക്ഷിയാണ്, ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ സാക്ഷിയാണ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. നരകമോചനം തരണേ റബ്ബേ. അല്ലാഹുവേ നരകമോചനം തരണേ നാഥാ, നരകമോചനം തരണേ മന്നാനേ. നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കണ്ണുകൾക്ക് നിന്നെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചോനെ കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണുകൾക്ക് നൽകണേ അല്ലാ. അർഹമുറാഹിമായ രാജസയ്യിദായ റബ്ബേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ റബ്ബേ. അല്ലാഹുവേ ആഗതമാവുന്ന റമളാനിനെ ആരോഗ്യത്തോടുകൂടെ വരവേൽക്കാൻ ഇഖ്ലാസോടുകൂടെ റിയാ ഇല്ലാതെ ഫർളും സുന്നത്തും വീട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചോനെ ഈ നടന്ന പ്രഭാഷണവും മറ്റുള്ള കർമ്മങ്ങളൊന്നും തന്നെ സുംഅത്തിന് വേണ്ടിയുള്ളതാക്കരുതേ റബ്ബേ, റിയാഇന് വേണ്ടിയുള്ളതാക്കരുത് റബ്ബേ. അല്ലാഹുവേ ഇത് ഹൃദയത്തിൽ തഅ്സീർ ഉണ്ടാക്കുന്ന വഅലാക്കി മാറ്റി തരണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് നേരം പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞതെന്റെയും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ ഹൃദയത്തിലും തഅ്സീർ ഉണ്ടാക്കി തരണമെന്നാണ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നന്മയുടെ അകലുകാരിൽ പെടുത്തി തരണേ റബ്ബേ. അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ, ദുരന്തങ്ങളെ തൊട്ട് രക്ഷ നൽകണേ അല്ലാ. പടച്ചോനെ പട്ടിണിയെ തൊട്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണേ മന്നാനേ. ബ്രെയിൻ ട്യൂമറിനെ തൊട്ടും ക്യാൻസറിനെ തൊട്ടും കാവൽ നൽകണേ അല്ലാ. കിഡ്നി ഫെയിലിയറിനെ തൊട്ടും ഉദര സംബന്ധമായ രോഗങ്ങളെ തൊട്ടും ഗുഹ്യ സംബന്ധമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ റബ്ബേ. പടച്ചോനെ ഇതൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് കൂട്ടുകുടുംബാദികൾ പറയുന്ന നിന്യമായ മരണം ഞങ്ങൾക്ക് തരരുതേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കി റബ്ബേ. കണ്ണടയുന്ന നേരത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ പറഞ്ഞു പൊരുത്തപ്പെടുവിക്കാനുള്ള മാനസിക വിശാലത നൽകണേ അല്ലാ. പാപങ്ങൾ പൊരുത്തപ്പെടുവിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. പടച്ചോനെ മറ്റുള്ളവരുടെ പൊരുത്തക്കേട് സമ്പാദിച്ചുകൊണ്ട് മരിക്കുന്ന ഗതികേടിൽ ഞങ്ങളാരെയും പെടുത്തരുത് റബ്ബേ. അല്ലാഹുവേ കടങ്ങളെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്തൊരു 10 പൈസ പോലും മറ്റുള്ളവന് കൊടുക്കാൻ ബാക്കി വെച്ചുകൊണ്ട് ഞങ്ങളുടെ റൂഹിനെ പിടിക്കരുത് മന്നാനേ. അല്ലാഹുവേ ഞങ്ങളുടെ റൂഹിനെ ആ രൂപത്തിൽ പിടിക്കരുത് അല്ലാ. അല്ലാഹുവേ ആരാരും കൂട്ടില്ലാത്ത ആറടി മണ്ണിന്റെ ഉള്ളിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഞങ്ങൾ പങ്കെടുത്ത പ്രതിഫലത്തെ അല്ലാഹുവേ നീ വലുതാക്കി ഞങ്ങളുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ മന്നാനേ. കണ്ണെത്താ ദൂരത്തോളം ഞങ്ങളെ ഖബറിനെ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഇരു ഹറമുകളെ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചോനെ കഅബാലയത്തെ തവാഫ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഹജറുൽ അസ്വദ് മുത്തമിടാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഹിജ്റുൽ ഇസ്മായിൽ ചെന്നിരിക്കാനും ദുആ ചെയ്യാനും നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ പൊന്നുമ്മയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ കുഞ്ഞുമോനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ സഫാ മർവ കുന്നിന്റെ ഇടയിൽ സഈ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ലക്ഷോപലക്ഷം ആളുകൾ സംഗമിക്കുന്ന പരിശുദ്ധമായ അറഫയുടെ മണ്ണിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. മുസ്ദലിഫയിലും മിനയിലും ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ചങ്കിന്റെ കഷ്ടമായ കരളിന്റെ കാതലായ ഞങ്ങളെ തുടിപ്പായ അല്ലാഹുവിന്റെ ഹബീബ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ അന്തിയുറങ്ങുന്ന പരിശുദ്ധ മദീനത്തെ മദീന മുനവ്വറയിലെ ഖുബ്ബത്തുൽ ഖൽറായിന്റെ ചുവട്ടിൽ അന്തിയുറങ്ങുന്ന ഞങ്ങളെ മുത്തുനബിയുടെ അരികിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന
എന്നാ പരിശുദ്ധമായ മഖാമിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അവിടെ ചെന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനുമുള്ള ഭാഗ്യം തരണേ മന്നാനേ. അല്ലാഹുവേ ഞങ്ങളെ സമയങ്ങളിൽ ബറകത്ത് ചെയ്യണേ അല്ലാ. ഭക്ഷണത്തിൽ ബറകത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ ഏർപ്പാടുകളിൽ ബറകത്ത് ചൊരിയണേ അല്ലാ. അർഹമുർ റഹീമായ രാജസയ്യിദായ റബ്ബേ, ഈ നാട്ടിലെ SYS-ന്റെയും SKSF-ന്റെയും മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ പിന്തുണയോടുകൂടെ പള്ളികളിലുള്ള സാദാത്യങ്ങളുടെയും സയ്യിദന്മാരുടെയും സാന്നിധ്യത്തോടുകൂടെ അവരുടെ ആഹ്വാരാത്രമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് റബ്ബേ ഈ മജ്ലിസ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ നാട്ടിലുള്ള ആഭാലവൃദ്ധം ജനങ്ങൾ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ടല്ലാ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇതിനോട് സഹായിക്കുകയും സഹകരിക്കുകയും ഇതിനു വേണ്ടി യത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആരെല്ലാമാണോ റബ്ബേ ഉള്ളത് എങ്കിൽ അല്ലാഹുവേ ഒരു കാല് കുഴിച്ചിടാൻ വേണ്ടി ആരെങ്കിലും ഇതിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാ ഇത് നീ വെറുതെ ആക്കരുത് റബ്ബേ. മീസാനിൽ കനം തൂങ്ങുന്ന അമലാക്കി മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സംഘാടക സമിതി എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ കടങ്ങളില്ലാതെ അടക്ക സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. കടങ്ങളില്ലാതെ സലാമത്താക്കണേ റബ്ബേ. ചോദിക്കുന്നവന് ഫളലില്ലെങ്കിലും അല്ലാഹുവേ ഈ സദസ്സിൽ ആലിമീങ്ങളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്ന രക്ഷിതാക്കളുണ്ട്, വയോവൃദ്ധകളായ ഉമ്മമാരുണ്ട്, യുവതികളുണ്ട് റബ്ബേ. അവരുടെ തേട്ടം കബൂലാക്കണേ അല്ലാ. അവരുടെ ആമീൻ സ്വീകരിക്കണേ റബ്ബേ. റബ്ബേ ഇന്നത്തെ രാത്രി സാക്ഷിയാണ് റബ്ബേ. നിന്റെ ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് മേഘപാളികൾക്കിടയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ മഴ നീ നൽകണേ അല്ലാ. നീ മഴ നൽകിയാലല്ലാതെ വെള്ളം നൽകാൻ അതുണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ടാർക്കും സാധ്യമല്ല റബ്ബേ. നീ പിടിച്ചു വെക്കല്ല അല്ലാ, നീ പിടിച്ചു വെക്കല്ല അല്ലാ. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് ക്ഷാമം തരരുതേ റബ്ബേ. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ നീ ക്ഷാമം തരരുത് റബ്ബേ. അല്ലാഹുവേ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ നാമം ഉരുവിട്ട ആ മഹാന്മാരായ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ നാമത്തിന്റെ പവിത്രത കൊണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് സയ്യിദന്മാരുടെയും സാദാത്യങ്ങളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഫളല് കൊണ്ട് അല്ലാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അതൂബു ഇലൈക്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ പാപങ്ങളെ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ കാരണമായിട്ട് ഞങ്ങളുടെ മഴയെ തടഞ്ഞു വെക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് മഴയെ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. അല്ലാഹ് കബൂലാക്കണേ റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസ് നൂറിന്റെ സദസ്സിനെ മുടങ്ങിപ്പോവാതെ ആഴ്ചകൾ തോറും അല്ലെങ്കിൽ മാസങ്ങൾ തോറും സജീവമാകുന്ന സദസ്സാക്കി ഞങ്ങളെ നാട്ടിൽ മാറ്റിത്തരണേ അല്ലാ. അപകടത്തിൽ പെട്ടുകിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആയുരാരോഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്, ഒന്നും പറയാനായിട്ടില്ല. അല്ലാഹുവേ ആത്മാവിടുന്നവൻ നീയാണ്, റൂഹിനെ നിക്ഷേപിക്കുന്നവൻ നീയാണ്, അത് പിടിച്ചു കൊണ്ടുപോകുന്നവനും നീയാണ്. അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഞങ്ങൾക്ക് വസ്ത്രം നൽകി ഭക്ഷണം നൽകി. അല്ലാഹുവേ ഇൽമിന്റെ വഴിയിൽ ഞങ്ങൾക്ക് ഉടുക്കാൻ വസ്ത്രമില്ലാത്തപ്പോൾ വസ്ത്രം തന്നവരുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തപ്പോൾ അന്നം നൽകിയവരുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ മന്നാനേ, നീ കബൂലാക്കണേ അല്ലാ. തിരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല റബ്ബേ. പടച്ചോനെ ഈ ദുആയല്ലാതെ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ ആരോഗ്യ സംബന്ധമായ രോഗസംബന്ധമായ വിഷയങ്ങളെ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, രോഗശമനം നൽകണേ അല്ലാ. ഈ സദസ്സിൽ ആരെങ്കിലും അങ്ങനെ വല്ലാതെ പ്രയാസം അനുഭവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശമനം നൽകണേ റബ്ബേ. പടച്ചോനെ മക്കളെ പഠനത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ ആയുസിന്റെ
വയസ്സിന്റെ കാലത്ത് ഞങ്ങളുടെ മക്കളെ വെള്ള പുതപ്പിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരുതേ അല്ലാ. പടച്ചോനെ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, എൻ്റെ കൂട്ടത്തിൽ എന്നോടുകൂടെ യാത്ര ചെയ്തു വന്ന എൻ്റെ ഒരു ഉസ്താദുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി വല്ലാത്ത ആഗ്രഹമുണ്ട്. വിദേശത്താണ് ജോലി. ഇവിടെ ഇപ്പോൾ ഈ ലീവിൽ